ഇതൊരു മരുന്നല്ല, മെഡിസിൻ അല്ല, നമുക്ക് ശരീരത്തിന് വേണ്ട ഭക്ഷണം മാത്രമാണ്. നമ്മുടെ ഫുഡാണിത്. നമ്മൾ ഒരു പ്രൊഡക്റ്റിനെയും മെഡിസിൻ എന്ന് പറയുന്നില്ല, നമ്മുടെ ഫുഡ് മാത്രമാണ്. എന്താണ് നമ്മുടെ ശരീരത്തിന് വേണ്ട സാധനങ്ങളെല്ലാം എക്സ്ട്രാക്ട് ചെയ്ത് പൗഡർ ഫോർമാറ്റ് തന്നിരിക്കുന്നു. പൊടി രീതിയിൽ കഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ വേറെ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഇല്ലത്തില്ല. കൃത്യമായിട്ട് ശരീരത്തിന് വേണ്ട എല്ലാം കിട്ടും. ഇത് കൃത്യമായിട്ട് ലഭിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ശരീരത്തിന് വേണ്ട എല്ലാ വിറ്റമിൻസും മിനറൽസും കൃത്യമായിട്ട് ലഭിക്കുന്നതുകൊണ്ടാണ് ഹെർബാ ലൈഫിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് റിസൾട്ട് ലഭിക്കുന്നത്. വെയിറ്റ് ലോസിലുപരി നമുക്ക് ഒരുപാട് റിസൾട്ട് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇനി നോർമലി നമ്മൾ എല്ലാവരും വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ലോസ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പം തുടക്കത്തിൽ പറഞ്ഞ് വെയിറ്റ് ലോസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാണ് ഹൈലൈറ്റ്. ഇപ്പൊ വെയിറ്റ് ലോസ് എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കുറയും. പക്ഷെ എന്നാണ് നമ്മൾ ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യണത്, എഗെയിൻ നമുക്ക് വീണ്ടും വെയിറ്റ് ഗെയിൻ അവിടെ സംഭവിക്കും. അതിന്റെ മെയിൻ കാരണം എന്താണ്? ഫസ്റ്റ് വരുന്നത് ഫാറ്റ് ലോസ് ആണ്. ഫാറ്റ് കൃത്യമായിട്ട് ബോഡി ഫാറ്റിനാണ് ഈ പറയുന്നത്. ബോഡി ഫാറ്റ് കൃത്യമായിട്ട് കുറയാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് നമ്മൾ ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യണത്, വീണ്ടും നമുക്ക് വെയിറ്റ് ഗെയിൻ അവിടെ സംഭവിക്കും. ഇനി നോർമലി ഏറ്റവും കൂടുതൽ പീപ്പിൾ സ്ട്രഗിൾ ചെയ്യണത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി കാലറി പൂർണ്ണമായിട്ട് കട്ട് ചെയ്യും, ലോ കാലറി ടു. അവിടെ പക്ഷെ വെയിറ്റ് ലോസ് നടക്കും. പക്ഷെ നമ്മളറിയാതെ ഒരുപാട് ഇഷ്യൂസ് നമുക്കവിടെ ജനറേറ്റ് ആവും. നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വൺ, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി. നമ്മൾ കൃത്യമായിട്ട് ബാലൻസ്ഡ് ന്യൂട്രീഷൻ കഴിക്കാതെ നമ്മൾ കാലറി അവിടെ ഡെഫിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കാലറി പൂർണ്ണമായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രീഷൻ ഡെഫിസിറ്റ് ഉണ്ടാകും. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് എല്ലാ സെൽസിനും എല്ലാ ഓർഗൻസിനും വേണ്ട സാധനമാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്, പോഷകാഹാരം എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മൾ കാലറി ഡെഫിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും? ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാവും. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കും. എല്ലാ ഓർഗൻസും അതിന്റെ വർക്കിംഗ് ഇതെല്ലാം തെറ്റിക്കും. എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടക്കത്തില്ല. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ തുടങ്ങും. അങ്ങോട്ടും തെറ്റാൻ തുടങ്ങുമ്പോൾ തന്നെ എന്താണ്? നമ്മുടെ ആരോഗ്യം നശിക്കാൻ തുടങ്ങും. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ എനർജി ലെവൽ. ന്യൂട്രീഷൻ ലഭിക്കാത്തതുകൊണ്ട് തന്നെ, കൃത്യമായിട്ട് കാലറി കിട്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എനർജി ലെവൽ ലോ ആയിരിക്കും. എപ്പോഴും നമുക്ക് ക്ഷീണങ്ങളായിരിക്കും. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നാണെങ്കിലും നെയിലാണെങ്കിലും അതുപോലെ നമ്മുടെ ഹെയർ ഒക്കെ ആണെങ്കിലും അത് മെല്ലെ മെല്ലെ കൊഴിയാനും അതിന് വേണ്ട കാര്യങ്ങളൊന്നും കിട്ടാതെ അതിൽ ഇഷ്യൂസ് ഉണ്ടാകാൻ തുടങ്ങും. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹോർമോൺ ഇംബാലൻസ്. അതായത് ന്യൂട്രീഷൻ പ്രോപ്പറായിട്ട് ലഭിക്കാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് ഹോർമോൺ ഉണ്ട്. ആ ഹോർമോണിലെ ബാലൻസ്, ഇപ്പൊ ലേഡീസ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് കാലറി ഡെഫിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ PCOD, ഇറഗുലർ പീരീഡ്സ്, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ഇത് നിങ്ങൾ ഒരുപാട് കാലറി കഴിച്ചാലും ഉണ്ടാവും, ഒരുപാട് കാലറി കുറച്ചാലും ഉണ്ടാവും. കൃത്യമായി ന്യൂട്രീഷൻ ചെന്നാൽ മാത്രമാണ് പ്രോപ്പറായിട്ട് ആ കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മൂഡ് സ്വിങ്സ്. നമ്മുടെ ഹോർമോൺസ് എല്ലാം ഇൻബാലൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മൂഡ് സ്വിങ്സ് ആയിരിക്കും. നമ്മുടെ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടക്കത്തില്ല. ഇനി ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ ഉറക്കം ശരിയാവത്തില്ല. ഉറക്കം ശരിയായില്ലെങ്കിൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പോകും. ഒരു ദിവസം ഒരാൾ 8 മണിക്കൂർ കൃത്യമായിട്ട് ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം. ബോഡിക്ക് റെസ്റ്റ് കൊടുത്താൽ മാത്രമാണ് നമ്മുടെ ഉള്ളിലെ ഓർഗൻസ് എല്ലാം റീസെറ്റ് ആയിട്ട് അടുത്ത ദിവസം കൃത്യമായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ഉറക്കത്തിൽ എവിടെയെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ടിൽ വേരിയേഷൻ വരും. ഇപ്പൊ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് ന്യൂട്രീഷൻ, വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉറക്കം ശരിയല്ലെങ്കിൽ വെയിറ്റ് ലോസിനെ അത് ബാധിക്കും. അതുകൊണ്ട് റെസ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കാലറി കുറച്ചുള്ള ഡയറ്റ് എടുത്തു കഴിയുമ്പോൾ വെയിറ്റ് ലോസ് എടുക്കും. പക്ഷെ ഇതെല്ലാം ബോണസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടുകളാണ്. അപ്പൊ ഇത് വേണോ അത് വേണോ നിങ്ങൾ ചിന്തിക്കാം. ഇനി നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഹെർബാ ലൈഫ് ന്യൂട്രീഷനിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം തന്നെ ലോ കാലറി ആണ്. പക്ഷേ നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം തന്നെ ഹൈ ന്യൂട്രീഷൻ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് എടുത്ത് വെയിറ്റ് ലോസ് സമയത്ത് കൃത്യമായിട്ടുള്ള ഹെൽത്തി വെയിറ്റ് മാനേജ്മെന്റ് നടക്കും. നമുക്ക് എല്ലാം കിട്ടേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മുടെ അവിടെ വെയിറ്റ് മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്യും. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഹെൽത്തി ആക്റ്റീവ് ലൈഫ് ആയിരിക്കും. നമുക്ക് കിട്ടേണ്ട ന്യൂട്രീഷൻ എല്ലാം കിട്ടുന്നതുകൊണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ആക്റ്റീവായിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഹെൽത്ത് പരമായിട്ട് ഒരു ഇഷ്യൂസ് ഉണ്ടാകത്തില്ല. നിങ്ങൾ എങ്ങാനും ഇഷ്യൂസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂസ് ഉള്ളത് അത് മസ്റ്റ് ആയിട്ട് റിക്കവർ ആവുന്നതാണ്. അത് നിങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ബോഡിനെ നിങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്യുക. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നല്ല നല്ല ഹാബിറ്റുകളാണ്. ചുമ്മാ പ്രൊഡക്റ്റ് മാത്രമല്ല നമ്മൾ തരുന്നത്. വാട്ടർ ഇൻടേക്ക് പറയുന്നുണ്ട്, നല്ല ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ട്, വർക്കൗട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്, പറഞ്ഞ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. കോച്ച് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊഡക്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റിസൾട്ട് എല്ലാം വളരെ കംഫർട്ടബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹെൽത്ത് ഇമ്പ്രൂവ്മെന്റ്. ഈ കാര്യങ്ങളെല്ലാം ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹെൽത്തിനെ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. കാര്യം എന്താണ്, നമ്മൾ ക്ലീനിങ് ആണ് ചെയ്യുന്നത്. മോശം സെൽസ് എല്ലാം പോയിട്ട് നമ്മുടെ സെൽസ് എല്ലാം റീജനറേറ്റ് ആവും. കൃത്യമായിട്ട് അവിടെ നമുക്ക് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നല്ല സാധനം കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഹെൽത്ത് ഉണ്ടാവും, മോശം സാധനം കഴിച്ചു കഴിഞ്ഞാൽ മോശം ഹെൽത്ത് ഉണ്ടാവും. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്. ആരോഗ്യം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റും. നല്ല ആരോഗ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെൽത്തിനെ സേഫ് ആക്കാൻ പറ്റും. വെൽത്ത് സേഫ് ആയി കഴിഞ്ഞാൽ ആരോഗ്യം സേഫ് ആയി നിങ്ങൾക്ക് ഹാപ്പിനെസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. കൃത്യമായിട്ട് പ്രോഗ്രാം കിട്ടുന്ന ബോണസ് ആണിത്. അപ്പൊ ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്യുന്ന ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ട്. എങ്ങനെ ചെയ്താൽ
കറക്റ്റായിട്ട് ചെയ്താൽ, കറക്റ്റായിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്യണം. ഡേ 1 തൊട്ട് എൻഡ് റിസൾട്ട് എടുക്കുന്നത് കൃത്യമായിട്ട് ചെയ്യുക. എന്നാണ് നിങ്ങൾ എൻഡ് റിസൾട്ട് എടുക്കുന്നത്? ഇപ്പൊ വെയിറ്റ് ലോസ് ആണെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക, ഫാറ്റ് കുറയ്ക്കുക, BMI കുറയ്ക്കുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ഒരു പ്രോഗ്രാമിന്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇതാണ് പ്രോഗ്രാം തുടങ്ങി തീരുന്ന ഒരു ഷെഡ്യൂൾ. അതിനുശേഷം നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ്, നിങ്ങൾക്ക് പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യണം, 1 ടൈം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം, അത് നിങ്ങൾക്ക് താല്പര്യം യൂസ് ചെയ്യാം. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പവും ദോശയിലോട്ടും പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇഷ്യൂസ് ഒക്കെ വീണ്ടും വീണ്ടും ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി കറക്റ്റായിട്ട് റിസൾട്ട് എടുക്കുന്നതിന് ഈ കാര്യങ്ങളെല്ലാം അത്യാവശ്യമാണ്. കോച്ചുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും കോച്ചിനെ അറിയിക്കണം. കോച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾക്കെല്ലാം സൊല്യൂഷൻ തരും. നെക്സ്റ്റ്, പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. പ്രൊഡക്റ്റിൽ അഴിമതി കാണിക്കരുത്. പ്രൊഡക്റ്റ് കൃത്യമായിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. ഹെർബാലൈഫിന്റെ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ആണ്, വേറെ പ്രോഡക്ട്സിനെ കുറിച്ചിട്ടല്ല പറയുന്നത്. എനിക്ക് ന്യൂട്രീഷനെ കുറിച്ച് അറിയത്തുള്ളൂ, അതുകൊണ്ട് ഹെർബാലൈഫ് എന്ന് പറയുന്നു. ഇനി ഫോളോ അപ്പ്, ഡേ 1 തൊട്ട് എൻഡ് റിസൾട്ട് എടുക്കുന്ന വരെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഒരു വിഷയങ്ങളും അതിന് ഉണ്ടാവരുത്. കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. ഇനി ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് ലഭിക്കണമെങ്കിലും കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. എല്ലാവരും പറയണം എനിക്ക് പെട്ടെന്ന് റിസൾട്ട് വേണം, പെട്ടെന്ന്. നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് വേണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഡെയിലി ബേസിൽ കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഫാസ്റ്റ് റിസൾട്ട് കിട്ടും. ഇനി ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് പ്രോപ്പർ ഫാറ്റ് ലോസ്, BMI ലോസ്, വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹെൽത്തിനെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം കൂടെ കിട്ടിയാൽ മാത്രമാണ് ന്യൂട്രീഷൻ പ്രോഗ്രാം കംപ്ലീറ്റ് ആയെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് അഴിമതികളില്ലാതെ കോച്ച് പറയുന്ന രീതിക്ക് കറക്റ്റായിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ഫാസ്റ്റായിട്ട് റിസൾട്ട് എടുക്കുക. ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യുക. ഓക്കെ, താങ്ക് യു.